ഞാൻ അവനെ എന്നോട് ചേർത്ത് പിടിച്ചു നടന്നു. ആകാശത്തിൻ്റെ കണ്ണുപോലും ഇരുട്ട് കെട്ടിയിരിക്കുന്നു. അച്ഛാ, ഒരു ചൂട്ട് വാങ്ങായിരുന്നു. വഴിയിൽ ഒരനക്കം കേട്ടു, അരിച്ചു പോകുന്ന പോലെ. ഉണ്ണിയുടെ കൈയും പിടിച്ച് ഞാൻ കുറച്ചുനേരം നിന്നു. ഒരു ചൂട്ട് കിട്ടണമെങ്കിൽ വന്ന ദൂരം അത്രയും തിരിഞ്ഞു നടക്കണം. പിന്നിലെ വഴിയാവട്ടെ മുന്നിലെ വഴി പോലെ കണ്ണിൽ പെടാതെ കിടക്കുകയാണ്. ഞങ്ങൾ ഊഹം വെച്ച് നടത്തം തുടർന്നു. അച്ഛാ, പറഞ്ഞോളൂ. നാളെയല്ലേ നമ്മൾ മടങ്ങുക? നാളെ ഊണ് കഴിഞ്ഞിട്ട്. മടങ്ങുമ്പോളേ തൃശ്ശൂരിൽ നിന്ന് എനിക്കൊരു തോക്ക് വാങ്ങിത്തരണം കേട്ടോ. തരാം. ഓ തരാം. എന്നിട്ട് തൃശ്ശൂർ എത്തിയ അച്ഛൻ പറയും, സമയമല്ലേ ഉണ്ണി, പിന്നെ ആവാമെന്ന്. അങ്ങനെ പറഞ്ഞ നാളെ ഞാൻ കാണിച്ചു തരാം. തണുത്തും ചീർത്തും കിടക്കുന്ന ഇരുട്ടിൽ ചവിട്ടി ചവിട്ടി ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു കാൽപ്പെരുമാറ്റം പിന്നിൽ കേൾക്കുന്നതായി എനിക്ക് തോന്നി. വഴിയിലെ പൊടിമണലിൽ ചെരുപ്പ് ഉയരുന്ന പോലെ. ഞങ്ങളോടൊപ്പം ആ ശബ്ദം നടക്കുന്ന പോലെ. പിമ്പാക്കം നോക്കി ഇരുട്ടിനോട് ഞാൻ ചോദിച്ചു, ആരാ അത്? മറുപടിയൊന്നും കേട്ടില്ല. എന്നാലും ഒരു മൂന്നാമൻ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നി. 2 വർഷം മുമ്പത്തെ ഒരു തിരിച്ചുപോക്ക്. അന്ന് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അന്നും ഉണ്ണി ശാഠ്യം പിടിച്ചു. വെള്ളത്തിലോടുന്ന ഒരു ബോട്ട് വേണം. പാലക്കാടൻ ബസ് പിടിക്കാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ. അവനോട് അന്ന് ദേഷ്യപ്പെട്ടു. അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു, അവന് എന്താച്ചാ വാങ്ങിക്കൊടുക്കുക ഏട്ടാ, എന്നിട്ട് ബസ് നോക്കിയാൽ പോരെ, ഇതിനത്ര ധൃതി. അന്നേരം ഞാൻ ഉണർന്നു. ഇന്ന് പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം പിന്തുടരുമ്പോൾ വീണ്ടും ഉണരുന്നു. ഞാൻ ഉണ്ണിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ തൃശ്ശൂരിൽ നിന്ന് തോക്ക് വാങ്ങിത്തരാട്ടോ. പിന്നെയും ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. തെക്കിനിയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മ നമഃശിവായ ചൊല്ലുകയായിരുന്നു. ഞങ്ങളെ പൊടുന്നനെ മുന്നിൽ കണ്ടപ്പോൾ അമ്മയുടെ നാമജപം മുറിഞ്ഞു. എന്താ ഈ നേരത്ത്? പരിഭ്രമിക്കൊന്നും വേണ്ടാമേ, കുറച്ചായില്ലേ വന്നിട്ട്, ഒന്ന് വന്നു എന്ന് മാത്രം. എൻ്റെ വാക്കുകൾക്ക് ശേഷവും അമ്മ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ ഒന്നുകൂടി ഒച്ച ഉയർത്തി പറഞ്ഞു, വിശേഷിച്ചൊന്നുമില്ല അമ്മേ. അമ്മയ്ക്ക് നമഃശിവായ തിരിച്ചു കിട്ടാൻ പിന്നെയും നേരം വേണ്ടി വന്നു. നാമം ജപിച്ചുകൊണ്ട് അമ്മ ഉണ്ണിയെ തൊട്ടൊഴിഞ്ഞു. എൻ്റെ ഉണ്ണിക്കുട്ടന് സുഖമല്ലേ? ഉണ്ണി അവൻ്റെ അമ്മയുടെ അമ്മയോട് ഒട്ടി നിന്നു. അമ്മ വീണ്ടും ചോദിച്ചു, എന്നാലും എന്താ വിശേഷിച്ച്? തറവാട് മെല്ലെ മെല്ലെ തെക്കിനിയിലെത്തി തുടങ്ങിയിരുന്നു. ചായ വേണോ? ഇപ്പോൾ വേണ്ട.